ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മകളെ, എനിക്കറിയാം നിങ്ങളൊക്കെ എക്സാമിൻ്റെ അതിഗംഭീരമായിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും. മാത്തമാറ്റിക്സ് എക്സാമിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ പേടിപ്പിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊന്നിനുമല്ല. AP എന്ന ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ ലൈവ് എടുത്തപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ബാക്കിയായി പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ AP എന്ന ചാപ്റ്ററിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇഫ് pth ടൈം ഓഫ് AP ഈസ് Q, അല്ലെങ്കിൽ qth ടൈം ഓഫ് AP ഈസ് P, അല്ലെങ്കിൽ mth ടൈം ഓഫ് AP ഈസ് N, അല്ലെങ്കിൽ സം ഓഫ് mth ടൈം ഈസ് N, സം ഓഫ് nth ടൈം ഈസ് Q. അങ്ങനെയാണെങ്കിൽ ഇത് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് താഴെ പ്രൂവ് ചെയ്യാനൊരു സംഭവം ഉണ്ടാവും, വലിയൊരു സംഭവം. ഒരു അലമ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, APയിൽ ഒരു വൃത്തികെട്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അങ്ങനത്തെ ഒരു 3 ക്വസ്റ്റ്യൻസ് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ. 3 ക്വസ്റ്റ്യൻസ് നിങ്ങളെ പഠിപ്പിച്ചു തരാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. എല്ലാ കുട്ടികളും ക്ലാസ്സിൽ നിന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ നമുക്ക് പഠിച്ചാലോ? നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2019 നിങ്ങളെ കമ്പാർട്ട്മെന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഇഫ് mth ടൈം ഓഫ് AP ഈസ് 1/n, കടിച്ചുപോയി, ആൻഡ് nth ടൈം ഈസ് 1/m, then show that its mnth ടൈം ഈസ് 1. mnth ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ nth ടൈം എന്നൊക്കെ പറയില്ലേ, 4ാമത്തെ ടൈം, 5ാമത്തെ ടൈം, അല്ലെ 10ാമത്തെ ടൈം, 10th ടൈം എന്നൊക്കെ പറയില്ലേ, അതുപോലെ mnth ടൈം. മനസ്സിലായോ? mnth ടൈം എന്ന് പറഞ്ഞാൽ എന്താടാ? A പ്ലസ് 5th ടൈം എന്ന് പറഞ്ഞാൽ എന്താ? A പ്ലസ് 5 - 1 × d. nth ടൈം എന്ന് പറഞ്ഞാൽ A പ്ലസ് n - 1 × d. അപ്പോൾ A പ്ലസ് mnth ടൈം എന്ന് പറഞ്ഞാൽ A പ്ലസ് mn - 1 × d ആണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? 1 എന്ന് കണ്ടുപിടിക്കേണ്ടത്, 1 എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് തന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എഴുതാം. If the mth time of an AP is 1/n, so A plus m minus 1 into d is equal to എത്രയാണെന്ന് പറഞ്ഞത്? 1/n. അവിടെ വെക്കുക. Then അടുത്തെന്താ? nth time is 1/n, 1/m. A plus n minus 1 into d is equal to 1/m. ഓക്കെ, ഈ 2 ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുള്ളൂ. ഈ 2 ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഈ ബോക്സിലുള്ള സാധനം പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കിയാലോ മക്കളെ? ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു, ഇതിന് ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഞാൻ എന്ത് ചെയ്യാൻ പോവാ? 1 - 2 ചെയ്യാൻ പോവാ. 1 - 2 ചെയ്യാൻ പോവാ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? LHSൽ നിന്ന് LHS മൈനസ് ചെയ്യുക, RHSൽ നിന്ന് RHS മൈനസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. ഓക്കെ, LHS LHS മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ ടേം ആയിട്ട് മൈനസ് ചെയ്യണം. നോക്കുക, A മൈനസ് A 0 ആയിപ്പോയി. പിന്നെ എന്താ ഉള്ളത്? പിന്നുള്ളത് ഇതാ ഈ ടൈമാണ്, m - 1 × d മൈനസ് എന്താ? n - 1 × d. നമുക്ക് നോക്കാം. m - 1 × d മൈനസ് എന്താടാ? n - 1 × d. ഇത് 2 ടേമിലും d കോമൺ ആയിട്ടില്ലേ? സോ ഡീനെ എനിക്ക് പുറത്തെടുത്തൂടെ? ഡീനെ കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ? d കോമൺ ആയിട്ട് പുറത്തെടുത്തു. പിന്നെ എന്താ ഫസ്റ്റ്? പിന്നെ അവിടെ ബാക്കി എന്താ? m - 1 മാത്രം. പിന്നെ ഈ മൈനസ് സൈൻ ഇട്ടു. പിന്നെ ബ്രാക്കറ്റിനകത്ത് ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക? d പുറത്തെടുത്ത് കഴിഞ്ഞാൽ n - 1 മാത്രം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. d × m - 1 മൈനസ് n, പിന്നെ ഈ മൈനസും ഉള്ളിലുള്ള മൈനസും കൂടെ പ്ലസ് ആയി, +1. സോ +1ഉം ശ്രദ്ധിക്കാം മക്കളെ, നല്ല ശ്രദ്ധിക്കാം, +1 ആൻഡ് -1 അത് 0 ആയിപ്പോയി. സോ d × എന്ത് മാത്രം വരും? m - n മാത്രം വന്നു. സോ LHS മൈനസ് ചെയ്തപ്പം ഫസ്റ്റ് ഇക്വേഷൻ LHS, സെക്കൻഡ് ഇക്വേഷൻ LHS മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? d × m - n is equal to, നമ്മൾ എന്ത് ചെയ്യണം ഇനി? RHS - RHS ചെയ്യണ്ടേ? 1/n മൈനസ് 1/m. അത് എത്രയാണ് വരിക നമുക്ക് നോക്കാം. സോ d × m - n is equal to d × m - n is equal to, നോക്കിയടാ, 1/n മൈനസ് 1/m ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. m - n ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ n × m, അല്ലെങ്കിൽ m × n, എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. മക്കളെ നോക്കിയേ m - n ഉം m - n ഉം വെട്ടിപ്പോയില്ലേ, കട്ടായിപ്പോയി. സോ എന്ത് കിട്ടി? d is equal to 1/nm, അല്ലെങ്കിൽ mn കിട്ടി. ഡീൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ആ കിട്ടിയ വാല്യൂ നിങ്ങൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് d is equal to 1/mn ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ ഡിക്ക് പകരം 1/mn കൊടുക്കുക. അപ്പോൾ എന്താ വരിക? A plus m - 1 × d അല്ലേ? A plus m - 1 × d, ഡിക്ക് പകരം എന്താ? 1/mn കൊടുക്കുക. ഇസീക്വൽ എത്ര കിട്ടും? ഇസീക്വൽ എത്രയാ? ഇക്വേഷൻ നോക്ക്, 1/n ആണ്. 1/n ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെയാ? A plus m × 1/n, m × 1/mn, പിന്നെ -1 × 1/mn എത്രയാ? -1/mn is equal to 1/n കിട്ടി. മക്കളെ ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക.
ഈ എമ്മും കട്ടായി പോയി അല്ലേ, എം ഇൻറ്റു 1/mn എമ്മും കട്ടായി പോയി. സോ എ പ്ലസ് 1/n മൈനസ് 1/mn ഈക്വൽ ടു 1/n എന്ന് കിട്ടി. ഈ 1/n നേരെ RHSലോട്ട് കൊണ്ടുപോയി നിങ്ങൾ. അപ്പം എന്തായി, LHSൽ എന്ത് മാത്രം ബാക്കിയായി, LHSൽ എന്ത് മാത്രം ബാക്കിയാവുക, എ ഉണ്ട്, പിന്നെയോ ഒരു -1/mn ഉണ്ട്, -1/mn ഉണ്ട്. RHSൽ എന്തുണ്ടാവും ബാക്കി, RHSൽ എന്താ ബാക്കി ഉണ്ടാവുക, RHSൽ ഓൾറെഡി 1/n ഉണ്ട്, LHSലുള്ള +1/n അപ്പുറം പോയാൽ എന്തായി, -1/n ആയില്ലേ. സോ 1/n - 1/n RHS ഒരു ബിഗ് 0 ആയിട്ട് മാറി. സോ RHS നമുക്ക് 0 കിട്ടി. ഇനി ആ -1/mn നേരെ അപ്പുറം കൊണ്ടുപോയാൽ എന്തായി, A is equal to 1/mn കിട്ടി അല്ലേ. -1/n അപ്പുറം പോയാൽ എന്താ, 1/mn അപ്പുറം പോയാൽ എന്താ, +1/mn. സോ A എന്ന് പറഞ്ഞാൽ 1/mn കിട്ടി. സോ A എന്ന് പറഞ്ഞാൽ 1/mn ആണ്, D എന്ന് പറഞ്ഞാൽ എത്രയാ, അതും ഇതാ 1/mn ആണ്. അപ്പോൾ എയും ഡിയും നമുക്ക് കിട്ടി. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, mnth ടേം, അതായത് A + mn - 1 × d. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. A + mn - 1 × d നമുക്കൊന്ന് എഴുതി നോക്കാവേ. ഇസ് ഈക്വൽ ടു എക്ക് പകരം എന്ത് കൊടുക്കുക, 1/mn കൊടുക്കുക, എക്ക് പകരം 1/mn കൊടുക്കുക, 1/mn പ്ലസ് പിന്നെന്താ mn - 1 × d അല്ലേ, ഡിക്ക് പകരം എന്താ ഈ വാല്യൂ 1/mn കൊടുക്കുക. എന്താ കിട്ടുക നോക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു 1/mn പ്ലസ്. മക്കളെ ശ്രദ്ധിക്കുക, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണേ. 1/mn × mn എന്ത് വരും, mn × 1/mn എന്ത് വരും, mn കട്ടായി പോയി 1 വരും അല്ലേ, 1 വരും, ബ്രാക്കറ്റിൻ്റെ അകത്ത് 1 വന്നു, 1. പിന്നെയോ മൈനസ്, ശ്രദ്ധിക്കുക, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അത് 1 കിട്ടി, പിന്നെ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 1 × 1/mn എത്രയാ, 1/mn. ക്ലിയർ ആണോ മക്കളെ, ഇത്രയും എഴുതിയത് ക്ലിയർ ആണല്ലോ. ഇനി ജസ്റ്റ് നോക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, 1/mn പ്ലസ് 1 മൈനസ് 1/mn നേരെ ഓപ്പൺ ചെയ്തത്, കാരണം ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള ഓപ്പറേഷൻ പ്ലസ് ആണ്. സോ ഒരു മാറ്റവും സയൻസിന് വരത്തില്ല. സോ നേരെ എഴുതുക, എല്ലാം നേരെ അതേപോലെ എഴുതുക, നേരെ എഴുതി, വേറെ ഒന്നുമില്ല. ഓക്കെ, ശ്രദ്ധിക്കുക, 1/mn - 1/mn 0 ആയിപ്പോയി, ബാക്കി എന്ത് മാത്രം, ആ 1 മാത്രം ബാക്കി ഉണ്ടാവും. ഇതിനല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, mnth ടേം ഈസ് 1 എന്നല്ലേ. കഴിഞ്ഞു, ഹെൻസ് പ്രൂവ്ഡ്. സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് m ടൈംസ് എന്ന് പറഞ്ഞാൽ m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. സോ മക്കളെ ശ്രദ്ധിച്ചേ, ഇഫ് m ടൈംസ് ദ mth ടേം ഓഫ് an AP is equal to m ടൈംസ് mth ടേം, അങ്ങനെ നമ്മൾ എഴുതുക, m ടൈംസ് എന്ന് പറഞ്ഞാൽ m ഇൻറ്റു ആണ്, m ടൈംസ് എന്താ, mth ടേം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ സാധനം പോയി, nth ആയി പോകും, m ആണ് mth ടേം. നമ്മൾ എങ്ങനെ എഴുതുക, A + m - 1 × d അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞത്, m ടൈംസ് mth ടേം ഓഫ് an AP is equal to n ടൈംസ് nth ടേം. അപ്പോൾ n ടൈംസ് എന്ന് പറയുമ്പോൾ n ഇൻറ്റു വരണം, n ടൈംസ് എന്താ nth ടേം. എങ്ങനെ നമ്മൾ എഴുതുക, A + n - 1 × d. ക്ലിയർ ആണോ മക്കളെ, ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് നേരെ എമ്മിനെ ഉള്ളിലോട്ടെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരും, m a പ്ലസ് m ഇൻറ്റു ഈ ടേം, m ഇൻറ്റു m - 1 × d. അതേപോലെ എന്നിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്താ വരിക, n a പ്ലസ് n ഇൻറ്റു n - 1 × d. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ എമ്മിനെ കൊണ്ടും ഡീനെ കൊണ്ടും, എമ്മിനെ ഡീനെ ഉള്ളിലോട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുക. അതായത് പുറത്ത് m d ഉണ്ടല്ലോ, m × d m d അല്ലേ, m d പുറത്തുണ്ട്, അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുക. എന്താ വരിക, സ്ലൈഡ് മാറ്റി, m a പ്ലസ് m സ്ക്വയർ, ശ്രദ്ധിക്കുക, m × m m² ആണ്, m² × d, m² d, പിന്നെ മൈനസ് m × 1 × d എത്രയാ, m d ഇസ് ഈക്വൽ ടു n a പ്ലസ്, ഇവിടെയും ഇതന്നെ ചെയ്യാം, എങ്ങനെയാ, n × d എന്താ, n² d, പിന്നെ അടുത്തത് n × -1 × d എന്താ വരിക, -nd. ഓക്കെ, ശ്രദ്ധിക്കുക, ഇനി d ഉള്ള ടൈമൊക്കെ ഒരു സൈഡിലേക്ക് എഴുതുക, അതേപോലെ a ഉള്ള ടൈമൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുക. d ഉള്ള ടൈം ഏതൊക്കെയാ, ഇതിൽ d ഉണ്ട്, അതൊക്കെ നേരെ അത് മതി. RHS ഉള്ള d ഉള്ള ടൈമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ. ഓക്കെ, സോ LHS ഉള്ള ഇങ്ങോട്ട് കൊണ്ടുവരണം, ഈ സാധനത്തിന് നേരെ അങ്ങോട്ട് കൊണ്ടുപോവുക, അവിടെ ഉള്ള d ഉള്ള ടൈംസിനെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഓക്കെ, നമുക്ക് നോക്കാം. സോ ഇവിടെ LHS ബാക്കി ആരൊക്കെ മാത്രമാവും, m² d - m d മാത്രം LHS ബാക്കി. പിന്നെ
RHS എന്ന് വരുന്ന n സ്ക്വയർ ഡി LHS എത്തി എന്തായി മൈനസ് n സ്ക്വയർ ഡി. RHSലുള്ള മൈനസ് n ഡി ഇപ്പുറം വന്ന് എന്തായി പ്ലസ് n ഡി ഇസ് ഈക്വൽ ടു. മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ RHSൽ ആര് മാത്രം ബാക്കിയായി, ആര് മാത്രം ഒറ്റയ്ക്കായി പോയി, എന്നെ ഒറ്റയ്ക്കാ, എന്നെ. പിന്നെ LHSൽ ആരാ RHSലോട്ട് പോകുന്നത്, MA പ്ലസ് MA RHSലോട്ട് പോയാൽ എന്തായി മൈനസ് MA. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടേംസിന് നമ്മൾ ഫുള്ള് ഡി കോമൺ അല്ലേ, ഡി കോമൺ ആയിട്ട് പുറത്തെടുത്തോ. അപ്പോൾ എന്താ വരിക, ഡി ഇൻറ്റു എം സ്ക്വയർ. ഞാൻ ഈ ആദ്യം ഈ എം സ്ക്വയർ എഴുതി, പിന്നെ ഈ n സ്ക്വയർ എഴുതിക്കോട്ടെ, മൈനസ് n സ്ക്വയർ എഴുതിക്കോട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതാലോ. 3 - 4 - 2 എനിക്ക് 3 - 2 - 4 എന്ന് എഴുതാലോ, ഒരു കുഴപ്പമില്ല. സോ എം സ്ക്വയർ മൈനസ് n സ്ക്വയറിന് എഴുതി, പിന്നെ ഞാൻ മൈനസ് എം എഴുതി, പിന്നെ ഞാൻ പ്ലസ് n എഴുതി, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക, എ ഇൻറ്റു ഇവിടെ എ കോമൺ ആയിട്ട് പുറത്തെടുക്കുക, എന്താ എ ഇൻറ്റു n മൈനസ് എം, എ ഇൻറ്റു n മൈനസ് എം. ക്ലിയർ ആണല്ലോ മക്കളെ? ശ്രദ്ധിക്കാം, നല്ല ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഡി ഇൻറ്റു എടാ എം സ്ക്വയർ മൈനസ് n സ്ക്വയർ എന്താ, എം സ്ക്വയർ മൈനസ് n സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ, എ പ്ലസ് ബി ഇൻറ്റു എം മൈനസ് ബി. അപ്പോൾ എം സ്ക്വയർ മൈനസ് n സ്ക്വയർ എന്താ, എം പ്ലസ് n ഇൻറ്റു എം മൈനസ് n. സോ ഡി ഇൻറ്റു എം പ്ലസ് n ഇൻറ്റു എം മൈനസ് n. എം സ്ക്വയർ മൈനസ് n സ്ക്വയറിന് അങ്ങനെ എഴുതി. പിന്നെയോ നോക്കാം, മൈനസ് എം പ്ലസ് n. അതിലൊരു മൈനസ് പുറത്തെടുത്തേ, കോമൺ ആയിട്ട് മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്ത് വരും, മൈനസ് എം എന്ന് മൈനസ് പോയി കഴിഞ്ഞാൽ എം മാത്രം. എന്നിന്ന് പ്ലസ് എന്നിന്ന് മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ മൈനസ് n ആയിട്ട് അത് മാറും, അത് മൈനസ് n ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ? യെസ്, അത് കഴിഞ്ഞു. ഇസ് ഈക്വൽ ടു എ ഇൻറ്റു n മൈനസ് n. മക്കളെ ശ്രദ്ധിക്കുക, ഇതിനെയും കൂടെ നിങ്ങൾ LHSലോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്തായി, ഡി ഇൻറ്റു ഇവിടെ നമുക്ക് വേറെ സാധനം പുറത്തെടുത്തൂടെ, ഇതാ ഇവിടെ ഒരു m മൈനസ് n ഉണ്ട്, ഇവിടെ ഒരു m മൈനസ് n ഉണ്ട്. അപ്പോൾ m മൈനസ് n നമുക്ക് പുറത്തെടുത്തൂടെ, ഡി ഇൻറ്റു m മൈനസ് n പുറത്തെടുത്തേ, ഡി ഇൻറ്റു m മൈനസ് n ഇൻറ്റു എന്താ വരുന്നത്, പിന്നെ ആരാ വരിക, ഒരു m പ്ലസ് n ഉണ്ടാവും. പിന്നെയോ ഇവിടെയോ മൈനസ് സൈൻ ഇട്ടു, പിന്നെ m മൈനസ് n പുറത്തെടുത്ത് പിന്നെ അടിയാനുള്ളത് ആരുമില്ല, ബാക്കി 1 മാത്രം. ഇനി എന്ത് ചെയ്യുന്നു, RHS ഉള്ള എ ഇൻറ്റു n മൈനസ് എമ്മിനെ കൂടെ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്തായി മൈനസ് എ ഇൻറ്റു n മൈനസ് എം ആയി ഈക്വൽ ടു 0. നിങ്ങൾ നോക്കുക, ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് ആരാളുള്ളത്, കോമൺ ആയിട്ട് ആരുമില്ല. ഇത് m മൈനസ് n ആ, പക്ഷേ ഇതിലുള്ള n മൈനസ് എം ആ. അത് മാറി m മൈനസ് n അതിന് നൈസായനല്ലേ, കാരണം ഇവിടെ ഒരു m മൈനസ് n ഉണ്ട്, ഇവിടെ ഒരു m മൈനസ് n ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, കോമൺ ആയിട്ട് വീണ്ടും ഈ രണ്ട് ടേമിനും കൂടെ കോമൺ ആയിട്ട് m മൈനസ് n പുറത്തെടുക്കായിരുന്നു. പക്ഷേ ഇവിടെ m മൈനസ് n ആണ്, ഇവിടെ n മൈനസ് എം ആണ്. ഈ മൈനസ് ഉള്ളിലോട്ട് എടുത്താലേ ഈ n മൈനസ് എം മാറി m മൈനസ് n ആവില്ലേ, മൈനസ് ഉള്ളിലോട്ട് എടുത്താലേ, വിച്ച് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം, ഡി ഇൻറ്റു m മൈനസ് n, അതൊക്കെ അതേപോലെ താഴോട്ട് വരുന്നു, ഇൻറ്റു പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണേ, m പ്ലസ് n മൈനസ് 1. പിന്നെന്താ, ഈ മൈനസ് ഞാൻ ഉള്ളോട്ടൊക്കെ എടുക്കുക, അപ്പോൾ എന്താവും പ്ലസ് ആയിട്ട് മാറി, പ്ലസ് എ ഇൻറ്റു, അല്ലെങ്കിൽ ഒരു മൈനസ് കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഇവിടുന്ന് മൈനസ് പുറത്തെടുത്താൽ മതി. ഇതിൽ നിന്ന് മൈനസ് പുറത്തെടുക്കുന്നു, ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ടേംസിന് മൈനസ് പുറത്തെടുക്കുന്നു. അപ്പോൾ എന്തായി മൈനസ് എം എന്തായിട്ട് മാറും, പ്ലസ് എം ആയിട്ട് മാറും, പ്ലസ് n എന്തായിട്ട് മാറും, മൈനസ് n ആയിട്ട് മാറും. അപ്പോൾ മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പുറത്തെടുക്കുന്ന മൈനസും ഈ മൈനസ് കൂടി എന്തായിട്ട് മാറി, പ്ലസ് ആയിട്ട് മാറി. അങ്ങനെ ആലോചിച്ചാൽ മതി, ഈ n മൈനസ് എം എന്ന് മൈനസ് പുറത്തെടുക്കുക, മൈനസ് 1 പുറത്തെടുക്കുക. അപ്പോൾ മൈനസ് ശ്രദ്ധിക്കുക, n നിന്ന് മൈനസ് 1 പുറത്തെടുത്ത് എന്താ വരിക, n ബൈ മൈനസ് 1, ബാക്കി എന്താ വരിക, മൈനസ് n വരും അല്ലേ. പിന്നെ മൈനസ് എം എന്ന് മൈനസ് 1 പുറത്തെടുത്ത് എന്താ വരിക, മൈനസ് കൂടെ പ്ലസ് ആയിട്ട് മാറും, m വരും. അങ്ങനെ എഴുതി. ഓക്കെ, ഇനി പുറത്തെടുക്കുന്ന മൈനസും ഇവിടെ ഓൾറെഡി ഉള്ള മൈനസ് കൂടെ സൈൻ പ്ലസ് ആയിട്ട് മാറി. ദാറ്റ്സ് ഓൾ അത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക, രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്, m മൈനസ് n ഉണ്ട്. അപ്പോൾ m മൈനസ് ഇസ് ഈക്വൽ ടു RHS എന്താ 0 വരും. ഓക്കെ, രണ്ടിലും കോമൺ ആയിട്ടുള്ള m മൈനസ് n നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ. സോ m മൈനസ് n പുറത്തെടുത്തു, m മൈനസ് n ഇൻറ്റു എന്ത് വരും ബ്രാക്കറ്റിൽ, ഡി ഇൻറ്റു m പ്ലസ് n മൈനസ് 1 പ്ലസ് ഇവിടെ എന്താ ബാക്കിയുള്ളത്, എ ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു. മക്കളെ, രണ്ട് സാധനങ്ങളുടെ പ്രൊഡക്റ്റ് 0 ആണ്, വിച്ച് മീൻസ് അതിലേതെങ്കിലും ഒന്ന് 0 ആയിരിക്കും അല്ലേ. രണ്ട് സാധനങ്ങളുടെ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് 0 ആണോ അല്ലേ. നിങ്ങൾ രണ്ട് സാധനങ്ങളെ പ്രൊഡക്റ്റ് എടുത്ത് 0 ആവുന്നത് 1000 ഇൻറ്റു 10 0 ആണോ, അല്ല. 1000 ഇൻറ്റു 100 0 ആണോ, അല്ല. 1000 ഇൻറ്റു 0 അല്ലേ. അതായത് ഏതെങ്കിലും ഒന്ന് 0 ആയാലേ പ്രൊഡക്റ്റ്, രണ്ട് സാധനങ്ങളുടെ പ്രൊഡക്റ്റ് എടുക്കുന്നു, പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന്, ഈ രണ്ട് സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് m മൈനസ് n 0 ആവുമോ നോക്കാം.
എം മൈനസ് എൻ 0 ആവുമോ നോക്കാം. എടാ ക്വസ്റ്റ്യൻ നോക്ക്, ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ഇഫ് എം ടൈംസ് എംത്ത് ടേം, എംത്ത് ടേമും nth ടേമുമാണ് തന്നിട്ടുള്ളത്. എംത്ത് ടേമും nth ടേമും എം എൻ ഈക്വൽ ആണ്. ഈ എംത്ത് ടേമും nth ടേമും സെയിം ടൈം അല്ലേ? അപ്പോൾ എം എൻ ഈക്വൽ ആണ്, എം 5 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എമ്മും എം മൈനസ് എൻ 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഈ എം ഈക്വൽ ടു മൈനസ് എൻ അപ്പുറത്തോട്ട് എന്തായി? പ്ലസ് എൻ ആയി അല്ലേ? പ്ലസ് എൻ ആയി. സോ എം ഈക്വൽ ടു എൻ എന്നാ വരിക. എം ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? എംത്ത് ടേമും nth ടേമും എം 5th ആണെങ്കിൽ എന്നും 5th ആണ്. അപ്പോൾ 2 5th ടൈമാണ്. അപ്പോൾ എം ടൈംസ് nth ടൈം 5 ടൈംസ് 5th ടൈം എന്ന് പറയുന്നത് n ടൈംസ് nth ടൈം 5 ടൈംസ് 5th ടൈം ആണെന്നുള്ളത് ആർക്കും അറിയാത്തത്? 5 ടൈംസ് 5th ടൈം എന്നുള്ളത് 5 ടൈംസ് 5th ടൈം ആണ്. ഇതാർക്കും അറിയാത്തത്? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ലോജിക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിട്ട് എഴുതാം? ധൈര്യമായിട്ട് എം മൈനസ് എൻ എന്തെല്ലാം എഴുതാം? നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് എഴുതാം. 0 അല്ല, നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് എഴുതാം. ഓക്കെ, അന്നപ്പം ബാക്കി ആരാളുള്ളത്? രണ്ടാമത്തെ ആളാരാ? ഇവനായിരിക്കും 0 അല്ലേ? ഇവനായിരിക്കും 0. നമുക്ക് അവന് 0 കൊടുക്കാം. അവനെ ഞാനൊന്ന് മാറ്റി എഴുതട്ടെ. നോക്ക്, ഈ എ ഞാൻ ആദ്യം എഴുതിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. എ ഞാൻ ആദ്യം എഴുതി, പിന്നെ പ്ലസ് ഇട്ടിട്ട് ഈ സാധനം എഴുതാൻ പോവാ. ഓക്കെ, സോ എന്താ വരിക? എ പ്ലസ്, ശ്രദ്ധിക്കാം, എ പ്ലസ് എന്താടാ? ഡി ഇൻറ്റു എം പ്ലസ് എൻ മൈനസ് 1 ഇസ് ഈക്വൽ 0. എടാ ഇതിപ്പോൾ എന്ത് ഫോമിലാണത്? എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്നുള്ള ഫോമിലല്ലേ? എ പ്ലസ് എന്നിന് പകരം ഇത് എം പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ nth ടൈമാണ്. അപ്പോൾ എം പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാലോ എം പ്ലസ് nth ടൈം അല്ലേ? എം പ്ലസ് nth ടൈമാണ്. ഇതാ ഇതെന്ത് ടൈമാ? ഇതാ എന്നിന് പകരം എം പ്ലസ് എൻ ആവുന്നത്. സോ എം പ്ലസ് nth ടൈം 0 എന്ന് കിട്ടി അല്ലേ? അതായത് എ എൻ അല്ല, എ എം പ്ലസ് എൻ, അതായത് എം പ്ലസ് nth ടൈം 0 എന്ന് കിട്ടി. ഹെൻസ് നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മൾ അതിനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എം പ്ലസ് nth ടൈം 0 എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. ആ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. ഇഫ് pth qth and rth terms of an AP are a, b, c respectively, then show that a minus b into r plus b minus c into p plus c minus a into q is equal to 0. എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്ന് ഒരു ഐഡിയയും കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. എന്താ നിങ്ങൾക്ക് തന്നത്? pth ടേം a ആണ്. അതിൻ്റെ ഇക്വേഷൻ എഴുതുക. pth ടേമിൻ്റെ ഇക്വേഷൻ എന്താ? a പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി. nth ടൈം എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണെങ്കിൽ pth ടൈം എന്ന് പറഞ്ഞാൽ എ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അത് എത്രയാണെന്ന് പറഞ്ഞത്? എ ആണ്. പിന്നെ qth ടൈം എത്രയാ? ബി ആണ്. സോ എ പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി എത്രയാടാ? ബി ആണ്. പിന്നെ rth ടൈം എത്രയാണെന്ന് പറഞ്ഞത്? സി ആണ്. സോ എ പ്ലസ് ആർ മൈനസ് 1 ഇൻറ്റു ഡി എത്രയാ? സി ആണ്. മക്കളെ ഇങ്ങനെ എഴുതി വെക്കുക. ഇനി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ സാധനം എന്താ നോക്കുക. എന്താ? എ മൈനസ് ബി ഇൻറ്റു ആർ പ്ലസ് ബി മൈനസ് സി ഇൻറ്റു പി പ്ലസ് സി മൈനസ് എ ഇൻറ്റു ക്യൂ. അപ്പോൾ ഓരോന്നിൽ എന്തുണ്ട്? എ മൈനസ് ബി ഇവിടെ ഉണ്ട്. അപ്പോൾ എ മൈനസ് ബി ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എ മൈനസ് ബി ഇത് രണ്ടും തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എ മൈനസ് ബി കിട്ടൂലേ? എ മൈനസ് ബി എത്ര കിട്ടും എന്ന് പറഞ്ഞേ മക്കളെ? എ മൈനസ് ബി നോക്കുക. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്താലേ ആർ എച്ച് എസ് മൈനസ് ആർ എച്ച് എസ് എന്താ? എ മൈനസ് ബി അല്ലേ? അപ്പോൾ എൽ എച്ച് എസ് മൈനസ് എൽ എച്ച് എസ് ചെയ്യി എന്താ വരിക? എ മൈനസ് എ 0 ആയി പോവും. പിന്നെ ഇത് മൈനസ് ഇത് എന്താ വരിക? ഡി ഇവിടെ കോമൺ ആയിട്ട് പുറത്ത് വരും. ശ്രദ്ധിക്കുക, ഡി കോമൺ ആയിട്ട് പുറത്തെടുക്കുക. എന്നിട്ടോ പി മൈനസ് 1 അതിൽ എന്ത് മൈനസ് ചെയ്യുക? താഴെയുള്ളത് മൈനസ് ചെയ്യുക. ഈ സാധനം മൈനസ് ചെയ്യുക. എന്താ മൈനസ് ചെയ്യേണ്ടത്? ക്യൂ മൈനസ് 1 മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഡി ഇൻറ്റു പി മൈനസ് 1 മൈനസ് ഉള്ളിലോട്ട് എടുത്താൽ മൈനസ് ക്യൂ, ഈ മൈനസ് മൈനസ് കൂടെ പ്ലസ് ആയി, പ്ലസ് 1. അപ്പോൾ എന്തായി? 1 മൈനസ് 1 0 ആയിപ്പോയി. പി ഡി ഇൻറ്റു പി മൈനസ് ക്യൂ എന്ന് വന്നു. ഡി ഇൻറ്റു പി മൈനസ് ക്യൂ. ഓക്കെ, അത് അവിടെയായി. എ മൈനസ് ബി ആയി. അടുത്ത എന്താ? ബി മൈനസ് സി വേണം. ബി മൈനസ് സി നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ബി മൈനസ് സി എന്ത് വരും? ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഇതേപോലെ തന്നെ ചെയ്യുക. അതാ ബി മൈനസ് സി സെക്കൻഡ് ഇക്വേഷൻ മൈനസ് തേർഡ് ഇക്വേഷൻ എന്താ ചെയ്യുക? എ മൈനസ് എ 0 ആയിപ്പോയി. ഡി കോമൺ ആയിട്ട് പുറത്ത് വരും. പിന്നെ ക്യൂ മൈനസ് 1 ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഇത് മൈനസ് ചെയ്യണം. സോ മൈനസ് 1 ഇതേപോലെ 1 ക്യാൻസൽ ആയിപ്പോൾ ക്യൂ മൈനസ് ആർ എന്ന് വരും. ക്യൂ മൈനസ് ആർ ചെയ്ത് നോക്കുക കേട്ടോ. കറക്റ്റ് അങ്ങനെ തന്നെ വരിക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്താൽ കറക്റ്റ് അങ്ങനെ തന്നെ വരിക. ഓക്കെ, ദെൻ പിന്നെന്താണുള്ളത്? സി മൈനസ് എ ഉണ്ട്. സി മൈനസ് എ ഉണ്ട്. ശ്രദ്ധിക്കുക, സി മൈനസ് എ എന്താ വരിക? നോക്കുക, നല്ല നോക്കുക. സി മൈനസ് എ ആണ്. തേർഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്യണം. എന്താ ചെയ്യണത്? എ മൈനസ് എ 0 ആയിപ്പോയി. പിന്നെ ഇത് മൈനസ് ഇതാണ്. ഡി കോമൺ ആയിട്ട് പുറത്ത് വരും. പിന്നെയോ ശ്രദ്ധിക്കുക ആർ മൈനസ് 1 മൈനസ് പി മൈനസ് 1. അപ്പോൾ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 1 ക്യാൻസൽ ആയിപ്പോൾ. പിന്നെ എന്താ വരിക? ആർ മൈനസ് പി ഉണ്ടാവും. സോ ഡി ഇൻറ്റു ആർ മൈനസ് പി. ഓക്കെ, ഇത്രയും സാധനങ്ങൾ നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് ഈ സാധനമാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ വലിയ ഇക്വേഷനാണ് നമുക്ക്
മൊത്തമായിട്ട് മാഞ്ഞു പോയി. ഓക്കെ, ഈ വലിയൊരു ഇക്വേഷനാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എ മൈനസ് ബി ഇൻറ്റു, അപ്പോൾ നമുക്ക് അതിൻ്റെ LHS ഒന്ന് എഴുതി നോക്കാം. അതിൻ്റെ LHS ഒന്ന് എഴുതി നോക്കാം. എന്താ? എ മൈനസ് ബി ഇൻറ്റു ആർ പ്ലസ് പിന്നെന്താ ബി മൈനസ് സി ഇൻറ്റു പി പ്ലസ് പിന്നെന്താ സി മൈനസ് എ ഇൻറ്റു ക്യൂ. യെസ്, അതെന്താ വരാൻ നോക്കാം നമുക്ക്. എടാ, എ മൈനസ് ബിക്ക് പകരം നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ച സാധനം എന്താ? ഡി ഇൻറ്റു പി മൈനസ് ക്യൂ. ഡി ഇൻറ്റു പി മൈനസ് ക്യൂ അല്ലേ എ മൈനസ് ബിക്ക് പകരം. അപ്പോൾ ആർ ഓൾറെഡി പുറത്തുണ്ടല്ലോ. സോ ഡി ആർ ഇൻറ്റു എന്ത് വരും? പി മൈനസ് ക്യൂ എന്ന് വരും. പി മൈനസ് ക്യൂ. ഓക്കെ, പ്ലസ് അടുത്തെന്താ? പി ഇൻറ്റു ബി മൈനസ് സി അല്ലേ? പി ഇൻറ്റു ഡി മൈനസ് സി ബി മൈനസ് സി എന്താ? ഡി ഇൻറ്റു ക്യൂ മൈനസ് ആർ. സോ ഡി ഇൻറ്റു ക്യൂ മൈനസ് ആർ പ്ലസ് അടുത്തെന്താ? ക്യൂ ഇൻറ്റു സി മൈനസ് എ സോ ക്യൂ ഇൻറ്റു സി മൈനസ് എ എന്താ? സി മൈനസ് എ വീട് ഇതാ എന്താ? ഡി ഇൻറ്റു ആർ മൈനസ് പി. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ ഡി കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുത്തൂടെ? ഡി കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ എന്താ വരിക? ആർ ഇൻറ്റു ഈ ടേം വരും അല്ലേ? ഈ ടേം ബ്രാക്കറ്റ് ആർ ഇൻറ്റു പി മൈനസ് ക്യൂ പ്ലസ് പി ഇൻറ്റു ക്യൂ മൈനസ് ആർ പ്ലസ് ക്യൂ ഇൻറ്റു ആർ മൈനസ് പി എന്ന് വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ആ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാം. എന്ത് വരും? ഡി ഇൻറ്റു ആർ പി മൈനസ് ആർ ക്യൂ പിന്നെ പ്ലസ് ടു പി ക്യൂ മൈനസ് പി ആർ പ്ലസ് ക്യൂ ആർ മൈനസ് ക്യൂ പി. ആർ പി ഇവിടെ ഉണ്ട്, ശ്രദ്ധിക്കുക, ഞാൻ റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. ആർ പി മൈനസ് പി ആർ. ആർ പിയും പി ആർ സെയിം അല്ലേ? ആർ പി മൈനസ് പി ആർ 0 ആയിപ്പോയി. പിന്നെ അടുത്ത് നോക്കുക, ഞാൻ ബ്ലാക്കിങ്ങിൽ റൗണ്ട് ചെയ്യാം. മൈനസ് ആർ ക്യൂ പ്ലസ് ക്യൂ ആർ. ക്യൂ ആറും ആർ ക്യൂ സെയിം ആണ്. സോ മൈനസ് ക്യൂ ആർ ക്യൂ പ്ലസ് ക്യൂ ആർ എന്തായി? 0 ആയി. പിന്നെ ഗ്രീനിൽ ഇതാക്കാം, ഗ്രീനിൽ മറിക്കാം. പ്ലസ് പി ക്യൂ മൈനസ് പി ക്യൂ 0 ആയിപ്പോയി. സോ ആ ബ്രാക്കറ്റ് മുഴുവൻ എന്തായി? 0 ആയി. സോ ഡി ഇൻറ്റു 0 എന്ന് വരും, അഥവാ 0 എന്ന് കിട്ടി. ഇതിനല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? നോക്ക്, LHS നമ്മൾ എടുത്തു, അത് നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. നോക്ക്, ഇതിനല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? 0 എന്നല്ലേ നമുക്ക് കിട്ടേണ്ടത്? സിമ്പിൾ അല്ലേ? പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഹെൻസ് പ്രൂവ്ഡ്. മക്കളെ, വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നാൽ നിങ്ങൾ നല്ലപോലെ പെടും, നല്ലപോലെ ലോക്കാവും. കൃത്യമായിട്ട് പഠിച്ചു പോയിക്കോളാം. മുന്നത്തെ ലൈവിലും ഇതേപോലത്തെ 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടെ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് എഴുതി പഠിക്കുക. പല തവണ എഴുതി പഠിച്ചിട്ട് പോവുക. ഓക്കെ, BPTയുടെ പ്രൂഫ് സിമ്പിളായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണുക. ആൻഡ് ഒരു ഹോംവർക്ക് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ 2019 കമ്പാർട്ട്മെൻറ്റ് എക്സാമിന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ക്ലാസ് ഈ 3 പ്രോബ്ലംസും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കൂടെ നിങ്ങൾ എഴുതി ടൈപ്പ് ചെയ്ത് അയക്കണം. കമൻറ്റായിട്ട് നിർബന്ധമായിട്ട് ഇടണം. ഈ ക്വസ്റ്റ്യൻ ആൻസർ മസ്റ്റായിട്ടും ഈ വീഡിയോ കണ്ട എല്ലാ കുട്ടികളും ഇടണേ. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.